ഈ പ്രോഗ്രാമിനെ വീടകങ്ങളിലിരുന്നു കൊണ്ടും കടത്തിണ്ണകളിലിരുന്നു കൊണ്ടും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന സമയത്തിലും സന്ദർഭത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും സന്നിഹിതരായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ സന്നിഹിതരാകുന്ന ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പ്രോഗ്രാമിന് വേണ്ടി ദിവസങ്ങളോളം അധ്വാനിച്ച സ്വാർത്ഥരായ നല്ല പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായിച്ച നല്ല ആളുകളുണ്ട്. ചെറുതും വലുതുമായ അധ്വാനങ്ങളൊക്കെ നടത്തിയവരുണ്ട്. ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് കൂടെ നിന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം പരലോക ഭവനത്തിൽ നൽകുമാറാകട്ടെ. അതിലുപരി നമ്മളെല്ലാവരും ശാന്തഗംഭീരമായി ഇരുന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്ന ഈ സ്ഥലം നമ്മുടെ ഈ നാട്ടിലെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളുടെ അമ്പല കമ്മിറ്റിയുടെ കീഴിലുള്ള ഇടമാണ്. ഞങ്ങളവരെ സമീപിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷകരമായി ഞങ്ങൾക്ക് ഈ സ്ഥലം തരാമെന്നും ഈ സ്ഥലം നന്നാക്കിയെടുക്കുന്ന സമയത്ത് ആ സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളോട് നല്ല രൂപത്തിൽ മാനസികമായി സഹായിച്ച ആളുകളാണവർ. ഈ പ്രോഗ്രാമിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള രൂപത്തിൽ ആ ഒരു സന്തോഷം അവരുമായി ഞങ്ങൾ പങ്കുവെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാടുകളിൽ കാലാവസ്ഥയുടെ പ്രതികൂലമായൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ നമുക്ക് കാലാവസ്ഥയെ അനുകൂലമാക്കി തന്നിരിക്കുകയാണ്. അള്ളാഹുവിനെ 1000 ശുക്ർ, 1000 ഹംദുകൾ സമർപ്പിക്കാൻ ഈ ഒരു സമയം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ അൽഫ മറ. ഈ പ്രോഗ്രാം തീരുവോളം കാലാവസ്ഥയെ ഭംഗിയായി അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തെരുമാറാകട്ടെ. എന്നിലേൽപ്പിച്ചിട്ടുള്ള ഒരു കർത്തവ്യം എന്നുള്ള നിലക്ക് മുഖ്യപ്രഭാഷകൻ ശിഹാബ് അടക്കരയുടെ സംസാരത്തിൻ്റെ മുന്നേ വളരെ ചുരുങ്ങിയ ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഉണർത്തി എൻ്റെ ഈ സംസാരത്തെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു കാര്യങ്ങളെ നന്നായി പറയുവാനും പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുവാനും സത്യമാണ് എന്ന് മനസ്സിലായാൽ ഒരാളെയും ഭയപ്പെടാതെ സ്വീകരിക്കാനുമുള്ള സന്മനസ്സിനെ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. മുൻപത്തെ പാഠപുസ്തകങ്ങളിൽ വന്നിട്ടുള്ള ഒരു കഥ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഥയിലെ കഥാപാത്രങ്ങൾ ഒരു തോണിക്കാരനും അതുപോലെ തന്നെ ഒരു പണ്ഡിതനും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു കഥയാണ്. തോണിക്കാരൻ തുഴഞ്ഞുകൊണ്ട് ആ തോണിയുമായി പണ്ഡിതനെ ഏന്തി വെള്ളത്തിലൂടെ പോവുകയാണ്. ആ സമയത്ത് കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചെടുത്ത അറിവുള്ള ആ വ്യക്തി പാവം തോണി തുഴയുന്ന തോണിക്കാരനോട് ചോദിച്ചു, നീ ബയോളജി പഠിച്ചിട്ടുണ്ടോ? ആ സമയത്ത് അരച്ചാൻ വയറിന് വേണ്ടി പെടാപ്പാടുപെടുന്ന പാവപ്പെട്ട തോണിക്കാരൻ പറഞ്ഞു, ഇല്ല, ഞാൻ ബയോളജി പഠിച്ചിട്ടില്ല. ആ സമയത്ത് തോണിയിൽ സഞ്ചരിക്കുന്ന ആ വ്യക്തി പറയുകയാണ്, ബയോളജി പഠിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ കാൽഭാഗം നഷ്ടപ്പെട്ടു പോയി. തോണിക്കാരൻ ശാന്തമായി അത് കേട്ട് തോണി മുന്നോട്ട് തുഴയുകയാണ്. വീണ്ടും പണ്ഡിതന്റെ ചോദ്യം, താങ്കൾക്ക് തിയോളജി അറിയുമോ? തോണിക്കാരൻ പറഞ്ഞു, ഇല്ല, എനിക്ക് തിയോളജി അറിയില്ല. എങ്കിൽ താങ്കളുടെ ജീവിതത്തിൻ്റെ കാൽഭാഗം കൂടി നഷ്ടപ്പെട്ടു.
എന്ന് ഈ അറിവുള്ള വ്യക്തി ആ പാവം തോണിക്കാരനോട് പറയാൻ. തോണിക്കാരൻ ശാന്തമായി അത് കേട്ട് വീണ്ടും തോണി തുഴയുകയാണ്. പെട്ടെന്ന് കാലാവസ്ഥയാകെ മാറി, നല്ല കാറ്റും മഴയൊക്കെ വരാൻ തുടങ്ങി. നല്ല മഴ പെയ്ത് തോണിയിലൊക്കെ വെള്ളം കയറി. ആ സമയത്ത് തോണിക്കാരൻ്റെ തിരിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു ആ അറിവുള്ള വ്യക്തിയോട്, നിങ്ങൾക്ക് നീന്തോളജി അറിയുമോ എന്ന്. ആ സമയത്ത് തോണിക്കാരനോട് ആ പണ്ഡിതൻ പറഞ്ഞത്, ഇല്ല, എനിക്ക് നീന്തോളജി അറിയില്ല എന്നാണ്. അപ്പം ജീവിതത്തിൻ്റെ കാൽഭാഗം പോയി എന്ന് പറഞ്ഞ ആ തോണിക്കാരൻ തിരിച്ചുകൊണ്ട് ആ പണ്ഡിതനോട് പറഞ്ഞു അത്രേ, നിങ്ങളുടെ ജീവിതം മുഴുവൻ ഇവിടെ തീരാൻ പോവുകയാണ് എന്ന്. എന്താ കാരണം? തോണി ഇവിടെ മുങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠം, അറിയേണ്ട സമയത്ത് അറിഞ്ഞില്ല എങ്കിൽ എന്തറിഞ്ഞിട്ടും കാര്യമില്ല. അറിയേണ്ട സമയത്ത് അറിഞ്ഞില്ല എങ്കിൽ ജീവിതം മുഴുവൻ നഷ്ടമായി പോകുമെന്നുള്ള ഒരു സന്ദേശം. ഈ കൈതക്കാട് പ്രദേശത്തുള്ള ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും അറിയാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള ലളിതമായ ഘനമുള്ളൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന അവസാനമില്ലാത്ത ലോകത്തേക്ക് അറിയാനും അറിയിക്കാനും അറിയേണ്ടത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും പ്രമാണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരിക്കെ ആ പ്രമാണങ്ങൾക്കനുസൃതമായിട്ട് തന്നെയാണോ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസങ്ങളും കർമ്മങ്ങളും നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്ത ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണ്ടതുണ്ട്. അത് നമ്മുടെ അടുക്കൽ ഇല്ലാതെയായി പോയാൽ തോണിക്കാരൻ ആ പണ്ഡിതനോട് പറഞ്ഞതുപോലെ ജീവിതം മുഴുവൻ നഷ്ടമാകും എന്ന് പറഞ്ഞതുപോലെയുള്ള നഷ്ടമല്ല വരാനിരിക്കുന്നത്. പിന്നെയോ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, വ്യക്തമായ നഷ്ടമാണ് അത്തരം ആളുകളെ കാത്തിരിക്കുന്നത് എന്ന് പ്രപഞ്ച സൃഷ്ടാവ് നമ്മോട് പറയുകയാണ്. എന്തിനാ ഇത് പറയുന്നത്? നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ധാരാളം ടെൻഷനുകളുടെ, ഭീതിജനകമായ അവസ്ഥകളുടെ വഴികളിലൂടെയാണ് പുതിയ ആധുനിക മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ് അതൊക്കെ എന്ന് നമുക്ക് പറയാമെങ്കിലും വാർത്താ പ്രാധാന്യത്തോടു കൂടി വായിക്കുന്ന വാർത്തകളും സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും, നാലാൾ കൂടുന്ന ഇടങ്ങളിൽ നിന്ന് ഷെയർ ചെയ്യുന്ന വാർത്തകളും, അയൽവാസികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ കേൾക്കുന്ന വാർത്തകളിൽ അധികം നമ്മുടെ ഹൃദയങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളാണ് എന്ന് നമുക്കറിയാം. കൊലപാതകങ്ങളാണ് ഇന്ന് വരെ ഒരുപക്ഷെ നമ്മൾ കേട്ടതും വായിച്ചതും. ആകസ്മികമായ ആക്സിഡന്റ് മരണങ്ങളാണ് നമ്മൾ കേട്ടതും വായിച്ചതും. അതുപോലെ തന്നെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പാൻഡമിക് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള മരണങ്ങളെക്കുറിച്ച് കേൾക്കുന്നു. അവിചാരിതമായ കുടുംബതർക്കങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും കേൾക്കുന്നു, അറിയുന്നു. അതുപോലെയുള്ള ഒരുപാട് ദുരന്തങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകങ്ങളിൽ അസ്വസ്ഥതകൾ സമ്മാനിക്കുന്നു എന്നുള്ളത് ഒരു പരമയാഥാർത്ഥ്യമാണ്. എങ്കിൽ ഇനി ഈ സമയത്ത് സംസാരിക്കുന്ന ഈ സമയം മുതൽ മുന്നോട്ട് ജീവിതം ബഹിർഗമിക്കുമ്പോൾ ഇനിയും അസ്വസ്ഥതകൾ കൂടുമെന്നാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ബാദിറു ബിൽ അമാലി ഫിത്ന, നിങ്ങൾ ഫിത്നയുടെ കാലഘട്ടം എത്തിയാൽ നന്മയിൽ നിങ്ങൾ അതിശക്തമായി മുന്നേറണേ എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഫിത്നകൾ നിങ്ങളിലേക്ക് വരിക? കഖിതഇൽ ലൈലിൽ മുദ്ലിം, ഇരുട്ടിൻ്റെ കഷ്ണങ്ങൾ നിങ്ങളിലേക്ക് ആപതിക്കുന്നത് പോലെ, ചീറിപ്പാഞ്ഞി അടുക്കുന്നത് പോലെ പരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്ന് 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. ഏത് കൊടുങ്കാറ്റിലും ആടിയുലയാത്ത ഈമാനിൻ്റെ ഉടമകളാകണമെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള കാര്യമായ ബോധം, അല്ലാഹുവിനെ കുറിച്ചുള്ള കാര്യമായ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനാണ് തഖ്വയുള്ള ജീവിതം എന്ന് പറയുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജാ,
ആരാണോ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർക്ക് അള്ളാഹു ഒരു തുറവി നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അവന് ഞാൻ റിസ്ക് നൽകും, അന്നം നൽകുമെന്ന് അല്ല പറയുകയാണ്. കണ്ടീഷനായി ഒന്നേ പറഞ്ഞുള്ളൂ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം മാനവകുലത്തിൽ ഉണ്ടാകണമെന്ന് അല്ല പറഞ്ഞു. വമയ്യ തവക്കൽ അലല്ലാഹ്, ആരാണോ എല്ലാറ്റിനും കഴിയുന്ന റബ്ബിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത് ആരാണോ, ഫഹുവ ഹസ്ബുഹു, അവൻ്റെ റബ്ബ് മതിയായവനാണ് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പറയുകയാണ്. ഈ ഒരു സുന്ദരമായ ജീവിതം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സ്ഫുരിപ്പിച്ചുകൊണ്ട് ജീവിച്ച ആളുകളായിരുന്നു പ്രകാശത്തിൻ്റെ വിളക്കുമാടങ്ങളായി കടന്നു വന്ന പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ കുറിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെ എന്താണ്? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, തീർച്ചയായും പ്രവാചകന്മാർ നന്മയിൽ അതിശക്തമായി മുന്നേറിയവരാണ്. വയദൂനനാ റഗബൻ വറഹബാ, നമ്മോട് ഭയത്തോടെയും പ്രതീക്ഷയോടെയും പ്രാർത്ഥിച്ചവരാണവർ. വകാനൂ ലനാ ഖാശിഈൻ, ജീവിതത്തിൽ ഭയഭക്തിയോടുകൂടി ജീവിതം നയിച്ചവരാണവർ. എന്നാൽ ഈ ഒരു ജീവിതം പ്രവാചകന്മാർക്കുണ്ടായതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അവർക്ക് നഷ്ടബോധം തോന്നിയിട്ടില്ല എങ്കിൽ ഇന്ന് ജീവിക്കുന്ന മാനവകുലത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെയും അവസ്ഥ എന്താണ്? 13 വയസ്സുകാരനായ ഒരു ദർസ് വിദ്യാർത്ഥിയാണ് അത് പാലക്കാട് ജില്ലയിൽ ഇന്നലെ രാത്രിയോടുകൂടി ആത്മഹത്യ ചെയ്തത്. ചെറിയ കുട്ടികളെന്നില്ലാതെ, യുവാക്കളെന്നില്ലാതെ, മധ്യവയസ്കർ എന്നില്ലാതെ, ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്നറിയാതെ, ഗതിവിഗതികൾ എന്താണെന്നറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഈ ഉമ്മത്തിൽ അധികരിച്ചു വരികയാണ്. ആ ഇടത്ത് നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ പ്രസക്തമാകുന്നത്. കാരുണ്യം നാട് നീങ്ങുന്നു, മാനസിക ബന്ധങ്ങൾ അറ്റുപോകുന്നു, മാനസികമായിട്ടുള്ള അറ്റാച്ച്മെന്റുകൾ നഷ്ടപ്പെടുന്നു, സഹകരണങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു, മൂല്യങ്ങളുടെ കുറവുകൾ മനുഷ്യ ജീവിതങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, സൽഗുണമെന്ന് പറയുന്ന മഹാസമ്പന്നത മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ നാട് നീങ്ങുമ്പോൾ പകരം അവിടെ വേരുറക്കുന്നത് കൊലയാണ്, പകരം അവിടെ വേരുറക്കുന്നത് കൊള്ളയാണ്, പകരം അവിടെ വേരുറക്കുന്നത് മൂല്യങ്ങളുടെ അഭാവങ്ങളാണ്. നോക്കൂ നിങ്ങൾ, നാടിൻ്റെ മുഖമുദ്രയായി മൊറാലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാടുകളിൽ വേരൂന്നുമ്പോൾ സഹോദരങ്ങളെ കുടുംബ തർക്കങ്ങളായി, സഹോദരിമാരെ ആകസ്മികമായിട്ടുള്ള വലിയ വലിയ കുടുംബരംഗങ്ങളിലും ആഭ്യന്തര രംഗങ്ങളിലും രാജ്യരംഗങ്ങളിലും രാജ്യാന്തരീയ രംഗങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആദർശ സമ്മേളനങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പരിഹാരം എന്ത് മാത്രമാണ്? ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മാത്രമാണ് പരിഹാരം. ആരാണ് ധർമ്മം തീരുമാനിക്കേണ്ടത്? പ്രധാനമന്ത്രിമാരാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരാണോ, അല്ലെങ്കിൽ മതപണ്ഡിതന്മാരാണോ? അവരുടെ വട്ടമേശക്ക് ചുറ്റുമിരുന്നു കൊണ്ട് അവരുടെ തലച്ചോറിൻ്റെ ഏതെങ്കിലും രംഗങ്ങളിൽ ഉയരുന്ന ധർമ്മങ്ങളുടെ ബോധ്യങ്ങളാണോ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ല, നേരെ മറിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള സകല മനുഷ്യരെയും സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ സുന്ദരമായ സംവിധാനങ്ങൾക്ക്, അതേ സുന്ദരമായ സംവിധാനങ്ങൾക്ക് ഈ ലോകം സൃഷ്ടിച്ചെടുത്ത ആ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് മനുഷ്യൻ ജീവിതത്തിൽ പകർത്തേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ ഒരു പരാമർശം തന്നെ എന്താണ്? നോക്കൂ നിങ്ങൾ, മഹാനായ ആദം നബി അലൈഹിസ്സലാം ആദിമ മനുഷ്യനായി അറിയപ്പെടുന്നു. അവിടുത്തെ ഭാര്യയായ ഹവ്വ ആദിമ ഭാര്യയായി, ആദിമ സ്ത്രീയായി അറിയപ്പെടുന്നു. അവരുടെ ജീവിതത്തിലുണ്ടായ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു അവരെ പുറത്താക്കിയ സമയത്ത് അള്ളാഹു അവരോട് പറഞ്ഞിരുന്ന കൃത്യമായ ഒരു കാര്യമാണ് ഈ ഒരു നാട്ടുകാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതെ, فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. ഈ സ്വർഗത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോവുക, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടും. ആ മാർഗദർശനമാകുന്ന ഹുദയെ ആരാണോ പിൻപറ്റുന്നത് അവർ ആരും ഒരിക്കലും ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരികയില്ല, അവർ ഒരിക്കലും ജീവിതത്തിൽ സങ്കടപ്പെടേണ്ടി വരികയില്ല എന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. മാർഗദർശനം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ മാർഗദർശനം എന്ന് പറയുന്നത് അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത
അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനാണ്. അതേ മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആ വേദഗ്രന്ഥങ്ങളുടെ മുഴുവൻ ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മാനവജനതയ്ക്ക് അവസാനമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ സുന്നത്തിനെയും ആരാണോ പിൻപറ്റുന്നത് അവർ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ പ്രമാണങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ള ആ സുന്ദരമായ ഒരാശയം മാത്രമാണ് സഹോദരങ്ങളെ വിജയിക്കാൻ നമുക്ക് മാനദണ്ഡമായിട്ടുള്ളത്. ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിശ്വാസം എന്താണ്? ലോകത്തിന്റെ നാഥന്റെ മുമ്പിൽ മാത്രം ആരാധനകൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. ആരാധനകളുടെ പ്രധാനപ്പെട്ട കണ്ണിയായി പഠിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ് നിങ്ങൾ നടത്തുന്ന ദുആകൾ, നിങ്ങൾ നടത്തുന്ന സഹായത്തട്ടങ്ങൾ, നിങ്ങൾ നടത്തുന്ന രക്ഷാത്തട്ടങ്ങൾ, ഇസ്തിആസകളാകട്ടെ, ഇസ്തിആദകളാകട്ടെ, നിങ്ങൾ നടത്തുന്ന ദുആകളാകട്ടെ, അതൊക്കെ റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആർജവ ബോധത്തിന്റെ അടിസ്ഥാനത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ മാനവകുലത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആദ്യമായി അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാമെന്നും അവരോട് പ്രാർത്ഥിക്കാമെന്നും അവരോട് സഹായം തേടാമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യമായി കിതാബ് എഴുതിയ സൂഫി പണ്ഡിതന്റെ തലതിരിഞ്ഞ ആദർശങ്ങൾ ഇപ്പോഴും ചരിത്രങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടില്ലേ? അദ്ദേഹം അതിന് പേര് കൊടുത്തത് എന്താണ്? മിസ്ബാഹുൽ അലാം അൽ മുസ്തഗീസീന ബിഖൈറിൽ അനാം അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ യഖ്ലതി വൽ മനാം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ആദ്യമായി ഇസ്തിആസക്ക് വേണ്ടി ലോകത്ത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ആരോട് ഇസ്തിആസ ചെയ്യാൻ? ഈ ലോകത്തിന്റെ നാഥനോടല്ല, പിന്നെയോ അള്ളാഹുവിന്റെ മഹാന്മാരോട്, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരോട്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് വിളിച്ചു തേടാൻ വേണ്ടി ലോകത്ത് രചിക്കപ്പെട്ട ഒന്നാമത്തെ ഗ്രന്ഥമാണ് മിസ്ബാഹുൽ അലാം എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, ചരിത്രം പഠിക്കുന്നിടത്തോളം നമ്മൾക്ക് മനസ്സിലാകുന്നത് നുഅ്മാൻ ഇബ്നുൽ മറാഖിശി എന്ന് പറയുന്ന സൂഫി പണ്ഡിതരാണ്. ആരാണ് സൂഫികൾ എന്ന് പറയുന്നത്? അതെ, പാട്ടുകളായി, ഗദ്യങ്ങളായി, പദ്യങ്ങളായി ഇസ്ലാമിനെ വികൃതമായി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇസ്ലാമിന്റെ മുഖത്തെ വികൃതമാക്കാൻ വേണ്ടി ഏത് കാലത്തും ഇസ്ലാമിന്റെ ശത്രുക്കളായി കടന്നു വന്നവരാണ് ജൂതന്മാർ. ആ ജൂതന്മാരുടെ സൃഷ്ടിയാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. ആ ഷിയാക്കളുടെ ചാപ്പിള്ളയാണ് സൂഫികൾ എന്ന് പറയുന്നത്. ആ സൂഫികളിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് നുഅ്മാൻ ബിൻ മറാഖിശി എന്ന് പറയുന്ന ഹിജ്റ 683 മരണപ്പെട്ട സൂഫി പണ്ഡിതൻ. അദ്ദേഹം എങ്ങനെയാണ് ഈ കിതാബ് എഴുതിയത് എന്നോ? അദ്ദേഹം ആ കിതാബിന്റെ മുഖദ്ദിമയിൽ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത്, അള്ളാഹുവിനോട് തേടി, ഈ ലോകത്തിന്റെ നാഥനോട് തേടി, അതിന് ഉത്തരം കിട്ടി, അതാണ് ഏറ്റവും നല്ലത് എന്ന് തെളിയിക്കാൻ സമൂഹത്തിൽ നിന്ന് ധാരാളം കിതാബുകളുണ്ട് എന്നാണ് അദ്ദേഹം അതിന്റെ മുഖദ്ദിമയിൽ പറയാൻ. അദ്ദേഹത്തിന്റെ മിസ്ബാഹുൽ അലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, സമൂഹത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടി എന്നവർ തെളിയിക്കുന്ന ധാരാളം കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ആശയം പഠിപ്പിക്കുന്ന കിതാബുകളുണ്ട്. എന്നാൽ പ്രവാചകനോട് ഇസ്തിആസ ചെയ്ത് ഉത്തരം കിട്ടിയ തെളിവുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥം ഇന്നേ വരെ ലോകത്ത് രചിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രവാചകനോട് വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടുന്ന ഒരു ഗ്രന്ഥം ഞാൻ രചിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി ശിർക്കിന്റെ ഗ്രന്ഥം രചിച്ച ആളാണ് നുഅ്മാൻ ബിൻ മറാഖിശി എന്ന് പറയുന്ന സൂഫി പണ്ഡിതൻ. പല ആളുകളും പറയാറില്ല ഈ സമൂഹത്തോട്, വിശിഷ്യ മുസ്ലിയാക്കന്മാരായ ആളുകൾ ഈ നാട്ടിലുള്ള പാവപ്പെട്ട ഉമ്മമാരോടും പാവപ്പെട്ട സഹോദരങ്ങളോടും പറയാറുള്ളത്, അതെ ഈ നാട്ടിൽ ആദ്യമായി ഇസ്തിആസയെ എതിർത്തിട്ടുള്ളത് ഇബ്നു തീമിയയാണ് എന്ന് പറയാറുണ്ട്. ഇബ്നു തീമിയയാണെന്ന് പറയാറുണ്ട്. അതെ, ആർജവത്തോടു കൂടി തന്നെ പറയുന്നു. നാളെ നിങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ ഭാഗം ക്ലിപ്പാക്കിയാലും പേടിയില്ല, ആദ്യമായി സമൂഹത്തിൽ ഇസ്തിആസ ശിർക്കാണ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തീമിയ അബുൽ അബ്ബാസ് റഹിമഹുല്ലാ തന്നെയാണ്, ഒരു സംശയവുമില്ല. ബാക്കി കൂടി കേൾക്കണം. പക്ഷേ ആർക്കെതിരെയാണ് അദ്ദേഹം ആ കിതാബ് എഴുതിയത് എന്നോ? നുഅ്മാൻ ബിൻ മറാഖിശി എന്ന് പറയുന്ന ഹിജ്റ 683 മരണപ്പെട്ടു പോയ പ്രവാചകനോട് ഇസ്തിആസ തേടൽ അനുവദനീയമാണ്. കുട്ടിയെ തരണേ, രോഗം മാറ്റണേ, എന്റെ ഇന്ന പ്രതിസന്ധികളെ നീക്കം ചെയ്യണേ എന്ന റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രവാചകനോടും ചോദിക്കാമെന്ന് പറയുന്ന കിതാബ് ആദ്യമായി എഴുതിയത് നുഅ്മാൻ ബിൻ മറാഖിശിയാണ്. സൂഫി പണ്ഡിതനാണ്. 683 മരണപ്പെട്ട ആ വ്യക്തിയാണ്. അദ്ദേഹത്തിന് മറുപടി എഴുതിയത് ആദ്യമായി അത് അഹ്ലുസുന്നയുടെ പണ്ഡിതനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തീമിയയാണ്.
ഇസ്തിഹാസ ഷിർക്കാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മറുപടിയായിട്ട് എഴുതിയതാണ്. അത് വിശുദ്ധ പ്രമാണങ്ങൾ വെച്ച് എഴുതിയതാണ്. അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രമാണങ്ങൾക്ക് നിങ്ങൾക്കെതിരുണ്ടെങ്കിൽ അതിനെയാണ് ഗണ്ണിക്കേണ്ടത്, അല്ലാതെ വ്യക്തിഹത്യ ചെയ്യുകയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ സമൂഹത്തിലേക്ക് ആദ്യമായി ഷിർക്കിന്റെ വിഷവിത്ത് പാകിയത് നുഅ്മാൻ അൽ മറാക്കിഷി എന്ന് പറയുന്ന ആ മനുഷ്യനാണ്, സൂഫി പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഉസ്താദന്മാരൊക്കെ ഇസ്യാസക്ക് വേണ്ടി അവർ ഉദ്ധരിക്കുന്ന എല്ലാ പുൽക്കൊടികളും ഇദ്ദേഹത്തിന്റെ ഈ മിസ്ബാഹുൽ അലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് വാരിപ്പെറുക്കി കൊണ്ടുവരുന്നതാണ്. അതിൽ അദ്ദേഹം കൊണ്ടുവന്നതിനൊന്നും തലയില്ല, അതിൽ അദ്ദേഹം കൊണ്ടുവന്നതിനൊന്നും വാലില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ നാഥനോട് മാത്രമേ നിങ്ങളുടെ ആരാധനകൾ സമർപ്പിക്കാവൂ എന്ന് പറയുന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് 100 അല്ല, 200 അല്ല, 300 അല്ല, അതിലധികം തെളിവുകൾ സമർപ്പിക്കാൻ നമ്മൾക്ക് കഴിയും. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ദിനേരയൊന്നോണം 17 തവണ നെഞ്ചിൽ കൈവച്ചുകൊണ്ടും അല്ലാതെയും നമ്മൾ റബ്ബിനോട് പ്രഖ്യാപിക്കുന്ന ആർജവമായ പ്രഖ്യാപനമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എവിടെ നിന്നാണ് ആ മാത്രം എന്നുള്ള അർത്ഥം കിട്ടിയത്? അറബി ഭാഷയുമായി അല്പമെങ്കിലും ബന്ധമുള്ളവർക്കറിയാം, ഇയ്യാക എന്നുള്ള പ്രയോഗം വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്തുള്ള വാക്കിനെ മാത്രം കൊണ്ട് പ്രയോഗിക്കണമെന്നാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതിലാർക്കും തർക്കമില്ലല്ലോ. ആ മാത്രത്തിൽ നിൽക്കാൻ നമ്മൾ പഠിക്കണം. ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട 300 ചില്ലാനം വേദഗ്രന്ഥങ്ങളുടെ എല്ലാ ആശയങ്ങളും സന്നിവേശിപ്പിക്കപ്പെട്ട സത്താണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളൊക്കെ സന്നിവേശിപ്പിക്കപ്പെട്ട അധ്യായമാണ് ഫാത്തിഹ. ആ ഫാത്തിഹ സൂറത്തിന്റെ എല്ലാ ആശയങ്ങളും സന്നിവേശിപ്പിക്കപ്പെട്ട വചനമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ആ പ്രയോഗം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രയോഗം മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള സകല പ്രയോഗങ്ങളിലും റബ്ബിനോട് മാത്രമല്ലാതെ ഒരു തേട്ടം. അതേ 13 വർഷത്തിലധികം ശരീരത്തിന്റെ എല്ലാ ചർമ്മങ്ങളിലും പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാം, ഒരു ചെറിയ സൂചി കുത്താൻ പോലും ഗ്യാപ്പില്ലാത്ത രൂപത്തിൽ സകല ചർമ്മങ്ങളിലും മുറിബാധിച്ച പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി കടന്നു വന്നപ്പോ ഈ കൈതക്കാടിന്റെ മണ്ണിൽ എന്റെ സംസാരം കേൾക്കുന്ന ഖുർആനിനെ അംഗീകരിക്കുന്നവരോട് എനിക്ക് ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത്, ഈ 13 കൊല്ലത്തെ പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നുപോയപ്പോഴും ഒരിക്കൽ പോലും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ ഇല്ലാഞ്ഞിട്ടാണോ? ഇബ്രാഹിം നബി കഴിഞ്ഞു പോയിട്ടില്ലേ? ഇസ്ഹാഖ് നബി കഴിഞ്ഞു പോയിട്ടില്ലേ? യാക്കൂബ് നബി കഴിഞ്ഞു പോയിട്ടില്ലേ? മഹാരഥന്മാരായ പ്രവാചക പുങ്കവന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ? തേടാൻ ഔലിയാക്കന്മാരുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അയ്യൂബ് നബി ഒരു പ്രവാചകനോട് പോലും ഒരു തവസ്സുലെന്നോ ഒരു ഇസ്തിഹാസയെന്നോ കൊടുത്ത കഴിവെന്നോ എന്തോ പറഞ്ഞിട്ടാകട്ടെ ഏതെങ്കിലും ഒരു തെളിവ് ചരിത്ര ഗ്രന്ഥങ്ങളിലോ വിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങളിലോ കാണുവാൻ സാധ്യമാണോ? അല്ല. ഈ തെളിവുകൾ കൊണ്ടുവന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സൂഫികളാണ്. അവർക്ക് ജാറമുണ്ടാക്കണം, ആ ജാറത്തിന്റെ പുറത്ത് വിരികളിടണം, അതിന്റെ പുറത്ത് ഭണ്ഡാരപ്പെട്ടികൾ സ്ഥാപിക്കണം, പാവങ്ങളുടെ ആശയെയും കീശയെയും കൊള്ളയടിക്കണം. ഇതിനുവേണ്ടി ഷിയാക്കൾ കൊണ്ടുവന്നതാണ് ജാറങ്ങളും അനുബന്ധ കാര്യങ്ങളും. എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനൊക്കെ കൊണ്ടുവന്നു റബ്ബിൽ നിന്ന് അകറ്റാൻ. എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ അവർ കൊണ്ടുവന്നതാണ്, അല്ലാതെ സഹാബികൾ കൊണ്ടുവന്നതല്ല. ആരാദ്യമായി ജാറമുണ്ടാക്കിയത് ഇറാനിലെ അറിയപ്പെടുന്ന അതേ ഷിയാക്കളല്ലേ? ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ പ്രവാചകന്റെ പേരക്കുട്ടിയുടെ ജാറമാണ് ആദ്യമായി ഷിയാക്കളൊക്കെ പടുത്തുയർത്തിയത്. അബൂബക്കർ സിദ്ദീഖ് അല്ല, ഉമർ ബിൻ ഖത്താബ് അല്ല, പ്രഗൽഭരായ സഹാബികളല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, റബ്ബിൽ നിന്ന് ഈ ഉമ്മത്തിനെ സമൂഹം പണ്ഡിതന്മാർ അകറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യവും അവസാനവും ഈ പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചവർക്ക് പറയാനുള്ളത് റബ്ബിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. എങ്ങനെയുള്ള റബ്ബ്? മരണപ്പെടാത്ത റബ്ബ്. എങ്ങനെയുള്ള റബ്ബ്? ഒരിക്കലും ക്ഷീണം പറ്റാത്ത റബ്ബ്. എങ്ങനെയുള്ള റബ്ബ്? വിശുദ്ധ ഖുർആനിൽ ദിനേനയെന്നോണം ഉമ്മ, സഹോദരി, ഉപ്പ, സഹോദര, നിങ്ങളെല്ലാവരും ചൊല്ലുന്ന ആയത്തല്ലേ ഖുർആനിൽ അഅ്ലമു ആയ എന്നറിയപ്പെടുന്ന ആയത്തുൽ കുർസി. എന്താണ് നീ അതിലൂടെ പറയുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ്. അല്ലാഹുവേ, ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവ് നീയാണ്. അതേ, കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ, അതുപോലെ തന്നെ നക്ഷത്ര കൂട്ടങ്ങളിലെ ഏറ്റവും വലിയ നക്ഷത്രമായ 9 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സൂര്യൻ എന്ന് പറയുന്ന ആ മഹാവിളക്കിനെ അതിന്റെ ഓർബിറ്റലുകളിലൂടെ അതിനെ കൃത്യമായി സഞ്ചരിപ്പിക്കുന്ന പ്രപഞ്ചനാഥനെ, സാൽമൺ എന്ന് പറയുന്ന മത്സ്യം ശുദ്ധജലത്തിൽ ജനിച്ച് ഉപ്പുവെള്ളത്തിൽ ജീവിച്ച് വീണ്ടും കാനഡകളിലെ തടാകങ്ങളിൽ ചെന്നുകൊണ്ട്
മുട്ടയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന സാൽമൺ മത്സ്യത്തിന്റെ ജീവിതത്തിന്റെ സംക്രമണത്തെ സൃഷ്ടിച്ചവനായ ആ റബ്ബിലേക്കാണ് ഈ സംസാരിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളെ ക്ഷണിക്കാനുള്ളത്. അതെ, ആർട്ടിക് എന്ന് പറയുന്ന ധ്രുവത്തിൽ നിന്ന് അന്റാർട്ടിക് എന്ന് പറയുന്ന ധ്രുവത്തിലേക്ക് 18,000 കിലോമീറ്റർ നോൺ സ്റ്റോപ്പായി പറക്കുന്ന ആർട്ടിക് ടേണിനെ സംവിധാനിച്ചവനായ ആ റബ്ബില്ലയോ, അത് മുട്ടയിടാനാണ് പോകുന്നത്. മുട്ടയിട്ട് തിരിച്ചു പോരുന്നത് അതേ റൂട്ടിലൂടെയാണ്. ഒരു ഗൂഗിൾ മാപ്പില്ല, ഒരു ദിഭാഷിയില്ല, ഒരു വഴികാട്ടിയില്ല. ആ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷി പറന്ന അതേ ഓർബിറ്റലുകളിലൂടെ പറന്ന് ആ തള്ളപ്പക്ഷിയുടെ അരികിലേക്ക് എത്തുന്ന ആ പ്രതിഭാസം തുടങ്ങിയിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായി. ഇതിന്റെ പിന്നിൽ ഒരു CM മടവൂര് പ്രവർത്തിച്ചിട്ടില്ല. ഇതിന്റെ പിന്നിൽ ഒരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചിട്ടില്ല. ഒരു പ്രവാചകന്മാരുമില്ല, ഒരു അമ്പിയാക്കന്മാരുമില്ല, ഒരു ഔലിയാക്കന്മാരുമില്ല. നേരെ മറിച്ച് ഇവർക്കെല്ലാം ജന്മം നൽകിയ, ഇവരെയെല്ലാം ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച അതെ ഈ ലോകത്തിന്റെ സിട്ടാവാണ് ഇതെല്ലാം ചെയ്തത്. നിന്റെ ശരീരത്തിലുള്ള പാൻക്രിയാസിനെ, നിന്റെ ശരീരത്തിലുള്ള ഞരമ്പുകളെ, നിന്റെ ശരീരത്തിലുള്ള സകലവിധ ഫംഗ്ഷനുകളെയും നിയന്ത്രിച്ചവനായ റബ്ബിലേക്കാണ് സഹോദരങ്ങളെ ഈ തസ്ഫിയ ആദർശം സംഘടിപ്പിച്ച ഞങ്ങൾക്ക് നിങ്ങളെ ക്ഷണിക്കാനുള്ളത്. നിങ്ങളെ മുശ്രിക്കാക്കാനല്ല. നാളെ പിറ്റേന്ന് ഒരു പക്ഷേ പള്ളികളിൽ നിന്ന് അല്ലെങ്കിൽ മറുപടി പറയുന്ന ഉസ്താദന്മാർ ഈ പാവപ്പെട്ട ഞങ്ങളെ മുശ്രിക്കാക്കാനാണോ എന്നുള്ള ആ ഉമ്മാക്കി കാണിച്ചിട്ടുള്ള സംസാരമുണ്ടല്ലോ, അത് നിർത്തിക്കൊള്ളണം. കാരണം നിങ്ങളാണ് അവരെ ശിർക്കിലേക്ക് ക്ഷണിക്കുന്നത്. ഞങ്ങൾ അവരെ ക്ഷണിക്കുന്നത് നേരത്തെ പറഞ്ഞ റബ്ബിലേക്കാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മരണമില്ലാത്തവനായ റബ്ബ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബ്. ഞാൻ എന്റെ സംസാരത്തെ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. അതെ, 13ഓളം കൊല്ലം ശരീരത്തിന്റെ എല്ലാ രംഗത്തും രോഗം ബാധിച്ച ആ അയ്യൂബ് നബിയുടെ ശരീരത്തിലെ രോഗങ്ങളെ മുഴുവൻ മാറ്റിക്കൊടുത്ത നീ നിന്റെ കാലം നനക്കൂ അയ്യൂബ്, ആ കാലിന്റെ അടിയിൽ നിന്ന് നിർഗളിച്ച ആ വെള്ളത്തിലൊന്ന് മുങ്ങു അയ്യൂബ്, അതിൽ നിന്ന് വെള്ളമൊന്ന് കുടിക്കൂ അയ്യൂബ് എന്ന് കാണിച്ച് അത്ഭുതങ്ങൾ കാണിച്ചു തന്നവനായ ആ റബ്ബ് ചെങ്കടലിന്റെ മുന്നിൽ കുടുങ്ങിയപ്പോ ഇന്നാല മുതറക്കൂനെന്ന് കൂടെയുള്ള ബനു ഇസ്രായേലർ പറഞ്ഞപ്പോ അതെ പ്രതീക്ഷ നഷ്ടപ്പെടാതെ കലീമുള്ള പറഞ്ഞ വാക്കില്ലയോ, അതെ കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞവനായ ആ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിന്റെ ശരീരത്തിലെ വേദനകൾ മാറാൻ, നിന്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ ക്യാൻസർ മാറാൻ, നിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറാൻ ആ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയാൽ പരിഹാരമുണ്ട് എന്ന് പഠിപ്പിച്ചവനായ ആ റബ്ബിലേക്ക് തിരിച്ചു വരാനാണ് ഈ പ്രോഗ്രാം. നാളെ പിറ്റേന്ന് ഈ ജീവിതത്തിന്റെ വൈതരണിയിൽ നിന്ന് വീണുടഞ്ഞ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് ചിന്തിക്കാൻ ഒരു സമയമില്ല. നീ വ്യഭിചരിച്ചിട്ടുണ്ടോ? നീ മദ്യപിച്ചിട്ടുണ്ടോ? നീ പലിശ ഇടപാട് നടത്തിയിട്ടുണ്ടോ? നീ കുടുംബചിത്രം നടത്തിയിട്ടുണ്ടോ? ഒരുപക്ഷെ കാരുണ്യത്തിന്റെ വിശാലനായ റബ്ബ് നിനക്ക് പുറത്തു തന്നേക്കാം. പക്ഷേ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ അല്ലാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക് എന്ന് പറയുന്നത്. ലുക്മാനുൽ ഹക്കീം തന്റെ മകനോട് പറഞ്ഞ വാക്കാണത്. മറിച്ചു നോക്ക് 31-ാം അധ്യായം, അതിന്റെ ആമുഖഭാഗം. ആ മഹാമനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം അതാണ്. വഇദ് ഖാല ലുക്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. അത് വമ്പിച്ച അക്രമമാണ്. ലോകത്തിന്റെ പ്രവാചകനോട് പോലും അല്ലാഹ് പറഞ്ഞതെന്താ? അത് താങ്കളിൽ വന്നു പോയാൽ വരെ ലയഹ്ബതന്ന അമലുക്, പ്രവാചക നിങ്ങളുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുമെന്ന് ആ പ്രവാചകനോട് വരെ താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ കാസർഗോഡ് ജില്ലയുടെ ഈ ഓരിമുക്കിന്റെ ഈ പടന്നയുടെ ഈ കൈതക്കാടിന്റെ ഈ ചെറുവത്തൂരിന്റെ പരിസരത്തുള്ള നമ്മൾ ശിർക്ക് ചെയ്ത റബ്ബിന്റെ കനിവ് നമുക്കുണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അല്ലാഹ് പൊറുക്കില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസരംഗം ക്ലിയർ ആണ് എന്ന് നമ്മൾ ഉറപ്പിക്കുക. അലൈസല്ലാഹ് ബികാഫിൻ അബ്ദഹു, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് മതിയായവനല്ലയോ? ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി തവക്കുൽ ചെയ്യാൻ. നിഅമൽ മൗല വനിഅമൻ നസീർ, വളരെ നല്ല യജമാനനാണ് എന്റെ റബ്ബ്, വളരെ നല്ല സഹായിയാണ് എന്റെ റബ്ബ്. അതിലേക്ക് നമുക്ക് മടങ്ങാം. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ ദിവസവും നമ്മൾ പ്രഖ്യാപിക്കുന്നു വാന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമായ വ്യക്തിയാണ് എന്ന്. മുസ്ലിം ആകണമെങ്കിൽ ഒന്നാമത്തെ ക്വാളിറ്റി കാനേശുമാരി മുസ്ലിം ആവുക എന്നുള്ളതല്ല, ആധാർ കാർഡിൽ മുസ്ലിം ആവുക എന്നുള്ളതല്ല, റേഷൻ കാർഡിൽ മുസ്ലിം ആവുക എന്നുള്ളതല്ല. ലോകത്തിന്റെ പ്രപഞ്ചനാഥന്റെ മുന്നിൽ പ്രഖ്യാപിക്കുകയാണ്, റബ്ബേ എന്റെ നേർച്ച വഴിപാടുകൾ, എന്റെ വിളിച്ചു പ്രാർത്ഥനകൾ, എന്റെ ഇസ്തിഹാസകൾ, എന്റെ ഇസ്തിയാനകൾ, എന്റെ സത്യം ചെയ്യലുകൾ, എന്റെ തവക്കുലുകൾ, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ അഭിലാഷങ്ങൾ, എന്റെ സന്തോഷങ്ങൾ, എന്റെ സന്താപങ്ങൾ
എല്ലാം എൻ്റെ റബ്ബിനെ സമർപ്പിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഇബ്രാഹിം നബി കാണിച്ചു തന്നത്. അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്. അതേ സഹോദരങ്ങളെ, ആ ഹക്കിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് എന്നുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ വിശാലമായ ഭാഗങ്ങളാണ് ബഹുമാന്യനായ ശിഹാബ് അടക്കര ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തെയാണ് നിങ്ങളെല്ലാവരും സാഗൂതം ഇവിടെ കാത്തിരിക്കുന്നത് എന്നെനിക്കറിയാം. ഇനിയും ഞാൻ നീട്ടിക്കൊണ്ടുപോയാൽ അത് അദ്ദേഹത്തിൻ്റെ സമയം കവർന്നെടുക്കലാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സംസാരത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൈതക്കാടുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഓരിമുക്കിൽ ഞങ്ങൾക്കൊരു പള്ളിയുണ്ട്. അവിടെ മലയാളത്തിൽ ഖുത്ബയുണ്ട് വെള്ളിയാഴ്ച. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ അവിടെ സമീപിക്കാം. അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ആരിബിന് ഖുർആൻ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന് റബ്ബിന്റെ കലാമ് പഠിക്കാം. ആരെയും ആരുടെയും ആദർശത്തെ കരിവാരിത്തേക്കുവാനല്ല, ഹക്കെന്താണ് എന്ന് മരണത്തിന്റെ മലക്ക് നമ്മളിലേക്ക് വരുന്നതിന് മുന്നേ പഠിക്കാൻ വേണ്ടിയാണ്. ഏത് നിലപാടിലായിരുന്നു എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ ഞാൻ യഥാർത്ഥ നിലപാടിലാണെന്ന് പറഞ്ഞ് വിട പറഞ്ഞു പോകാൻ വേണ്ടിയാണ് ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങളെ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ, ഹക്കാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പൂർണ്ണമായ ആരെയും പേടിക്കാതെ അതിനെ സ്വീകരിക്കാൻ, നെഞ്ചൂക്കോടെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പ്രോഗ്രാം സഹോദരങ്ങളെ ഞങ്ങളിൽ അല്ലാഹു ഏൽപ്പിച്ച ബാധ്യത നിർവഹണമാണ്. ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി കേട്ടത് നിങ്ങൾക്ക് നിർബന്ധമായി സ്വീകരിക്കണമെന്നേ ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. ഈ പ്രോഗ്രാം ചില ആളുകൾ ചോദിക്കാറുണ്ട്, സമസ്തക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ എന്തിനാണ് നിങ്ങൾ പ്രോഗ്രാം വെക്കുന്നത്? എന്തിനാണ് ഞങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ വന്നുകൊണ്ട് നിങ്ങൾ പരിപാടി വെക്കുന്നത്? അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ മറുപടി ഇതാ കേട്ടുകൊള്ളുക. ഖാലൂ മഅദിറതൻ ഇലാ റബ്ബിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കിയ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് മനസ്സിലാക്കിയ, ആ ഹക്കിനെതിരെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ ആളുകൾ, സഹോദരങ്ങളെ, അത് എത്താത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ലോകത്ത് കടന്നു വന്ന പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായ പ്രവാചകന്മാർ നിർവഹിച്ച വലിയ ദൗത്യമായിരുന്നു. ആ ദൗത്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നില്ല. പക്ഷേ ഈ പറയുന്നത് പ്രശ്നമാണ് എന്ന് ആരെങ്കിലും പ്രശ്നമാക്കി മനസ്സിലാക്കിയാൽ അവർക്കാണ് പ്രശ്നമുള്ളത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, പഠിക്കാം, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ഹക്കാണെന്ന് മനസ്സിലായ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ആർജവത്തെ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ.